എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള തുണി കിട്ടുന്ന ഒരു കടയുണ്ട്. അതായത് മാത്തുല്യ എന്നെങ്ങാനാണ് കടൻ്റെ പേര്. എറണാകുളം മാർക്കറ്റ് റോഡിലാണ് ഈ കട ഉള്ളത്. അപ്പോൾ നമുക്ക് കല്യാണ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് തുണി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കടയിൽ പോയാൽ മതി. നമുക്കൊരു മാക്സിമം 15 മീറ്റർ 10 മീറ്ററൊക്കെ ആയാലും തരും. അവർ തരാതിരിക്കില്ല. ആദ്യം കുറച്ച് മടി കാണിക്കുമെങ്കിലും നമുക്ക് 10 മീറ്റർ തരും. അവിടെ നിന്ന് തന്നെ സെയിം ലൈനിങ്ങും ഒക്കെ കിട്ടും. ഇപ്പോൾ നല്ലോണം ഓണമൊക്കെ ആയതുകൊണ്ട് ബൾക്കായിട്ട് തുണികളൊന്നും എടുക്കണ്ട. ഈ മെറ്റീരിയൽ ഉണ്ട, ഇത് ചുരിദാറ്, ഷോള്, പാൻറ്റ് എല്ലാം കൂടിയിട്ടുള്ള മെറ്റീരിയലുകളാണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. മൽച്ചന്തേരി തന്നെ നമുക്ക് വർക്കുള്ളതും ഉണ്ട്, പ്ലെയിനും ഉണ്ട്. അപ്പോൾ നമുക്ക് റേറ്റും വളരെ വ്യത്യാസപ്പെടുത്തി കിട്ടും. നമ്മൾ പുറത്തുനിന്ന് മൽച്ചന്തേരിയൊക്കെ എടുക്കുമ്പോൾ ഒരു മീറ്ററിന് 140, അത് വീതി കുറഞ്ഞതിന് കേട്ടോ. ഇവിടെ ആകുമ്പോൾ കൂടി വന്ന് 95-90 രൂപ കിട്ടും. നമ്മളൊരു 15 മീറ്ററെങ്കിലും മാക്സിമം എടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ലൈനിങ്ങും കിട്ടും. ക്രേപ്പിനാണെങ്കിലും മീറ്ററിന് 28 രൂപ വരുള്ളൂ. പുറത്ത് 50 രൂപയല്ലേ. പലതും പല റേറ്റുമാണ്. പിന്നെ അതുമാത്രമല്ല നല്ല മെറ്റീരിയലാണ്. ക്രേപ്പാണ്. ഇത് തന്നെ ജോർജറ്റ് തന്നെ പല കളറിലുള്ള ജോർജറ്റാണ്. അതും വീതിയുള്ള ജോർജറ്റാണ്. ജോർജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60 ഇഞ്ച് വീതിയുണ്ട്. പിന്നെ ഓണായിട്ട് വന്നേക്കണ പട്ട് പാവാടൻ്റെ തുണികൾ അത് വേറെ. അത് നിങ്ങൾക്ക് സെയിം മെറ്റീരിയൽ ഇടണേ എനിക്ക് മാത്രം അതെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതും വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ ഷർട്ടിൻ്റെ മെറ്റീരിയൽ നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 58 ഇഞ്ച് വീതിയുണ്ട്. പക്ഷെ അതിൻ്റെ നമ്മൾ വൈറ്റാണ് നോക്കിയത്. പക്ഷേ ഇതൊരു വാഴക്കൂമ്പ് കളറാണ് നമുക്ക് കിട്ടിയത്. വൈറ്റ് വന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് വാഴക്കൂമ്പ് കളർ വേണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾ വേറെയൊക്കെ മെറ്റീരിയൽ നോക്കിയായിരുന്നു. ക്രേപ്പ് തന്നെ പിന്നെ നമുക്ക് ഡിസൈനുള്ള ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. എന്ന് വേണ്ട എല്ലാ മെറ്റീരിയലും ഫർദ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ അണ്ടർ സ്കേർട്ട് അടിക്കില്ല, അതിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. വളരെ ചീപ്പ് റേറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ള തുണികൾ എടുക്കുക. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഷോളും പാൻറ്റും എല്ലാം മിക്സ് ആയിട്ടുള്ളതുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തുണി എടുക്കാതെ പോകാൻ പറ്റൂല. അത്രയും നല്ല എന്തെങ്കിലും ഒന്ന് എടുത്തിരിക്കും. മൽച്ചന്തേരി തന്നെ ഡിസൈൻ ഉള്ളതുണ്ട്, ഡിസൈൻ ഇല്ലാത്തതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ കടയിൽ വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല തുണികളാണ്. ഞാൻ എപ്പോൾ ഈ കടയിൽ വന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ സാധനങ്ങളെല്ലാം തീരുകയും ചെയ്യും. കാരണം ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. ഇതൊക്കെ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. മീറ്റർ എന്തോ 30 28 എന്നറിയില്ല, ചോദിക്കാൻ മറന്നു വിട്ടു ഞാൻ. പിന്നെ ഇത് നമ്മൾ ആ സെറ്റ് സാരി അങ്ങനെ മുറിച്ച് എടുക്കുന്നതാണ് സാരികൾ. അപ്പോഴും റേറ്റ് കുറവാണ്. നമുക്ക് 5 മീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പട്ടും വന്നിട്ടുണ്ട്. പിന്നെ പാവാടയും ബ്ലൗസിനുള്ള ആ മെറ്റീരിയലും ഉണ്ട്, സെറ്റ് പോലത്തെ തന്നെ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഗോഡൗൺ ആണ് കേട്ടോ അതാ കാണുന്നത്. കംപ്ലീറ്റ് എനിക്ക് പിടിക്കാനൊന്നും പറ്റിയില്ല, കാരണം വേറെ കടകളിൽ പോകാനുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മതുല്യ എന്ന് പറഞ്ഞ കട പോലെ തന്നെ വേറൊരു ബോംബെ എന്നും പറഞ്ഞൊരു കടയുണ്ട്, മുംബൈ നിന്നോ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെയും ഞങ്ങൾ പോയായിരുന്നു. അവിടെയും ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10-15 മീറ്റർ വെച്ച് കിട്ടും. നമ്മൾ എടുക്കണമെന്ന് മാത്രം ചോദിച്ചാൽ അവരിട്ട് ഇങ്ങനെ കുറേ ടൈം വേസ്റ്റ് ചെയ്യിക്കരുത്. നമ്മൾ തുണി എടുക്കാൻ തുടങ്ങിയാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ അവരങ്ങനെ വട്ടാക്കരുത്. ചിലവർ പോയിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ കുറേ വലിച്ചു വാരി ഇടിയിച്ച് പിന്നെ എടുക്കാതെയൊക്കെ വരുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യിക്കരുത്. നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ, ഞാനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് മെറ്റീരിയൽ വലിച്ചിടണ്ട കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തുറന്ന് കാണിച്ചു തന്നാൽ മതി. അല്ലാതെ ഞാൻ കിറ്റിൽ നിന്ന് അത് തുറന്ന് നോക്കിക്കേ ഒന്നും ചെയ്യൂല. അവർക്ക് നല്ല ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഇതാക്കുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ മെറ്റീരിയലാണ് ആ ചെക്ക് കാണുന്നത് കേട്ടോ. പക്ഷെ അതെനിക്ക് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ കാണാൻ മുംബൈ പ്രിന്റ് എന്ന് പറഞ്ഞില്ലേ, ആ കടയിൽ നമ്മൾ കയറിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.